ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. സോ ടുഡേ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫിഷിങ്ങിനാണ്. ഇപ്പോൾ എന്തായാലും മഴയൊക്കെയാണ്, സോ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. സോ നമുക്ക് ഫിഷിങ്ങിനുള്ള കറക്റ്റ് ടൈമാണ് ഗൈസ്. സോ നമ്മളിന്ന് ഫിഷിങ്ങിനാണ് പോകുന്നത്. നമ്മുടെ ഫിഷിംഗ് റോഡുണ്ട് ആൻഡ് എൻ്റെ കയ്യിലൊരു ബാരലുണ്ട്. ആ ബാരൽ നിറയെ നമ്മൾ ഈ ഫിഷിംഗ് മീനെ പിടിച്ച് ഇടും എന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ ഇതാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ താഴത്തെ കുളമാണ് ഗൈസ്. ഇവിടെയാണ് നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ആദ്യത്തെ സാധനം കയറിയിട്ടുണ്ട്, ഒരു സാൽമണിനെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അടുത്തത് ഒരു ബുക്കാണ് കിട്ടിയത്. പിന്നീട് എന്താ കിട്ടുന്നത് നോക്കാം. ലൈക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ പിന്നെ പെട്ടെന്ന് മീനെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ഫിഷിനെയാണ് കിട്ടിയത്. അങ്ങനെ നമുക്ക് കുറേ നേരം ഇവിടെ എഫ്ക്ക് നിന്നാലാണ് കുറേ മീനെ കിട്ടാം, കുറേ സാധനങ്ങൾ കിട്ടാം. സോ നമുക്ക് എന്തായാലും കുറച്ചധികം സമയം ഇതിനു വേണ്ടി നിൽക്കണം. ഗൈസ്, ഈ ഒരു ടൈമിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതും മാക്സിമം എല്ലാവരും ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ഇത്രയും നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാം. അതൊക്കെ കൊണ്ട് വലിയൊരു ഇഞ്ചാൻ ബുക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നോക്കാം ഇതൊക്കെ എന്താണെന്നുള്ളത്. ഈ ഒരു പെട്ടി കംപ്ലീറ്റ് നമുക്കിന്ന് നിറയ്ക്കാനുണ്ട്. അപ്പോൾ ബോണ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ലാസ്റ്റ് കാണിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി മീൻ പിടുത്തത്തിലേക്ക് കിടക്കാം. അപ്പോൾ കിട്ടുന്ന സാധനങ്ങൾ കറക്റ്റായിട്ട് ഇതിനകത്ത് അറേഞ്ച് ചെയ്യാന്നുള്ളതും നമുക്ക് ചെയ്യാനുള്ള പണിയാണ്. സോ ഞാനിങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. One hour later. അപ്പോൾ നമ്മൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുളത്തിൽ ഞാൻ 3 മീനെ കൊണ്ടിട്ടു. ഒരു മീൻ ഡെഡായിപ്പോൾ ഇത് അടുത്ത മീൻ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇവനെ നമുക്ക് ഈ വലിയ പോണ്ടിലേക്ക് കൊണ്ടുവരണം. അതിനെ പിന്നെ കൊണ്ടുവരാം. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി നോക്കാം. അപ്പോൾ പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻ 4, പിന്നെ ലുങ് 2, സ്മൈറ്റ് 3, ഇംബാലിങ് 4, പിന്നെ വേറൊരെണ്ണത്തിൽ പ്രൊട്ടക്ഷൻ 3, വേറൊരെണ്ണത്തിൽ ഫെദർ ഫോളിങ് 4, റെസ്പിറേഷൻ 3, ഡെൻസിറ്റി 4, പിന്നെ വേറൊരു ബുക്കിൽ ഫ്രോസ്റ്റ് ഫോളിങ് 4, അൺബ്രേക്കിംഗ് 3, ലൂട്ടിങ് 2, പിന്നെ വേറെന്തോ ഉണ്ടായിരുന്നു ലോയാലിറ്റി 3, പിന്നെ അടുത്തതിൽ ലോയാലിറ്റി 3, അത്രയാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ എന്താണെന്ന് വെച്ചാൽ ഒരു ബോയാണ്, ഫ്ലെയിം, അൺബ്രേക്കിംഗ് 3, പവർ 3 ഉള്ളതാണ്. പൊട്ടാറായതാണ്, നമുക്ക് വേണമെങ്കിൽ മെൻഡിങ് ആഡ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്ന വേറൊരു ഫിഷിംഗ് റോഡാണ്. അത് അൺബ്രേക്കിംഗ് 3 അതുപോലെ തന്നെ മെൻഡിങ്ങും ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ലക്ക് ഓഫ് ദ സീഡ് 2 അതുപോലെ തന്നെ അൺബ്രേക്കിംഗ് 3 ഉള്ള വേറൊരു ഫിഷിംഗ് റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ഫിഷിംഗ് റോഡിൽ അൺബ്രേക്കിംഗ് 3, ലക്ക് ഓഫ് ദ സീ 2, ലൂവർ 3, കോഴ്സ് ഓഫ് വാനിഷിങ്ങും മെൻഡിങ്, നമുക്കതൊക്കെ മെൻഡ് ചെയ്ത് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റോക്കോഡ് ഒരു സ്റ്റാക്ക് കിട്ടി, അതുപോലെ സാൽമൺ കിട്ടി, അതുപോലെ റോട്ടൻ ഫ്ലഷ് കിട്ടി, ലില്ലി പാഡ് കിട്ടി, പഫർ ഫിഷ് കിട്ടി, പിന്നെ ലെതർ ബൂട്ട് പൊട്ടാറായത്, പിന്നെ ന്യൂട്രൽ ഷെല്ല്, അതുപോലെ വേറെന്താണ് വാട്ടർ ബോട്ടിൽ 2 എണ്ണം, ട്രോപ്പിക്കൽ ഫിഷ്, അതുപോലെ ബോള് 2 എണ്ണം, പിന്നെ നെയിം ടാഗ് 3 എണ്ണം കിട്ടി. പിന്നെ സ്ട്രിങ് കിട്ടി, ഇങ്ക് സാക്ക് 10 എണ്ണം കിട്ടി, റോക്കോഡ് കിട്ടി, പിന്നെ 30 എണ്ണം. അങ്ങനെ എന്തുകൊണ്ടും കുറച്ചധികം സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ മീൻ പിടുത്തത്തിൽ നമ്മൾ പോയതിന് ഒരു ഉപകാരമുണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് ഇതോടൊരു സ്ക്യൂഡ് ഉണ്ട് നമുക്ക് തിളങ്ങണത്. ഓക്കെ, അപ്പോൾ നമുക്കിനി വീട്ടിൽ പോയിട്ട് ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ മീനിനെ ആ വലിയ പോണ്ടിലേക്ക് ആക്കാം. ഓക്കെ, അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പെട്ടിക്കകത്ത് നമ്മുടെ ബക്കറ്റ് ഉണ്ടായിരുന്നു. സോ നമുക്ക് ഈ ബക്കറ്റ് കൊണ്ടിട്ട് അതിനെ പിടിച്ചിട്ട് ആ വലിയ പാത്രത്തിലല്ല വലിയ കുളത്തിലേക്ക് നമുക്ക് ആ മീനെ കൊണ്ടുവരാം ഗൈസ്. നോക്കാൻ പറ്റുമോ എന്ന്, പറ്റിയില്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ അതാ ഞാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് പോയതിന് ശേഷം അതിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എടുക്കണ്ടേ? ഗൈസ് അതിന് വെളിയിൽ പോയി ഗൈസ്. അതെവിടെ? ഇത് ചത്തു പോകും. അതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് ലൈക്ക് വെള്ളം ഒന്ന് കോരി നോക്കാം. ശുഭസന്ധ്യ ഗൈസ്. അങ്ങനെ നമ്മുടെ സാധനം ഡെഡായിപ്പോയി ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് വേറെ എണ്ണത്തിനെ പിടിക്കാം. ഒന്ന് പോയാൽ മറ്റൊന്ന് ഗൈസ്. ബിക്കോസ് നമ്മൾ
അതിൻ്റെ അഹങ്കാരം കൊണ്ട് അത് അപ്പുറത്തെ കുളത്തിൽ പോയി. പിന്നെ നമ്മൾ എന്തിനാണ് ഈ പിടിച്ചുകൊണ്ട് നടക്കുന്നത്, അതൊക്കെ പോട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ പിടിച്ചു, കുറേ സാധനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ തന്നെ. സോ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും നിങ്ങൾക്കൊന്നുമില്ല, നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ഇനി അടുത്തിടണം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബിൽഡിങ്ങിൻ്റെ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് എല്ലാം കൂടെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനാണ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.